ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റാണ്. ടൈപ്സ് ഓഫ് റീഡിങ്, മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ് ഇൻ റീഡിങ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ടൈപ്സ് ഓഫ് റീഡിങ്. വായനയിൽ എത്ര ടൈപ്പുകളുണ്ട്, അതുപോലെ തന്നെ വായിക്കുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെത്തേഡ്, മാർഗങ്ങൾ എന്താണ്, ടെക്നിക്കുകൾ എന്താണ്, ഇതൊക്കെയാണ് യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്. അതായത് വായനയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പുകൾ, അതുപോലെ തന്നെ വായിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ടെക്നിക്കുകൾ, ഇതൊക്കെയാണ് കേട്ടോ യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വി ക്യാൻ മൂവ് ടു ഡിസ്കഷൻ സെക്ഷൻ. നമുക്ക് മൂവ് ചെയ്യാം. അതിൽ പറയുന്നത് നോക്കാം. സോ അതിനു മുമ്പ് ഇവിടെ കീ വേർഡ്സ് ആയിട്ട് വരുന്നത് എന്താണ് റീഡിങ്. റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? വായന. ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ടൈപ്പുകൾ എന്തൊക്കെയാണ്. മെത്തേഡ്സ്, അതിൻ്റെ മെത്തേഡുകൾ എന്താണ്. അതിൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള സ്കിമ്മിങ് എന്താണ്, അതൊക്കെ ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് അല്ലേ. സ്കാനിങ് എന്താണ്, ക്ലോസ് റീഡിങ് എന്താണ്, എമ്യൂസീവ് റീഡിങ് എന്താണ്, ബിറ്റ്വീൻ ലൈൻസ് എന്താണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് ഡിസ്കഷൻ സെക്ഷനിലേക്ക് കടക്കാം. നോക്കുക. ദർ ആർ ന്യൂമറസ് റീഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ. വായിക്കാനായിട്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയലുകൾ വായിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, ലഭിക്കും. ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്? ന്യൂസ് പേപ്പേഴ്സ്, പത്രം വായിക്കാം അല്ലേ. നോവലുകൾ വായിക്കാം. പീരിയോഡിക്കൽസ്, എന്താ പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പീരിയോഡിക്കൽ എന്ന് പറഞ്ഞാൽ സർട്ടൺ പീരീഡിൽ വരുന്നത്. അതായത് ഒരു മാസം ചിലപ്പോൾ ഒരിക്കൽ വരുന്ന ബുക്ക് ഉണ്ടായിരിക്കാം, 2 തവണ വരുന്നതായിരിക്കാം. അത് പ്രോപ്പർ ടൈമിലായിരിക്കുന്നു. അതായത് ഒരു മാസത്തിൽ ഒരിക്കലാണെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ തന്നെ അത് ഉണ്ടാവുള്ളൂ, ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. അല്ലെങ്കിൽ ഒരു മന്തിൽ 2 ടൈംസ് ആണെങ്കിൽ 2 ടൈംസ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടൊരു കാലയളവ് ഇടവിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പീരിയോഡിക്കൽസ് എന്ന് പറയുക കേട്ടോ. സോ വിത്തിൻ എ സർട്ടൺ പീരീഡ്സ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള പീരിയോഡിക്കൽസ്, ദെൻ പാംഫ്ലെറ്റുകൾ, ദെൻ ആർട്ടിക്കിൾസ്, ട്രാക്ട്സ് ആൻഡ് ഈവൻ അഡ്വർടൈസ്മെൻറ്റ്സ്, പരസ്യങ്ങൾ, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വായിക്കും ആണല്ലോ. ബൈ കൺസിഡറിങ് ദി കണ്ടൻറ്റ് ഇൻ ഈച്ച് മെറ്റീരിയൽ ആൻഡ് ഓൾസോ, അപ്പോൾ ഓരോ മെറ്റീരിയലുമുള്ള കണ്ടൻറ്റ് നമ്മൾ നോക്കും. ആൻഡ് ഓൾസോ ദ റീഡിങ് ഒബ്ജക്റ്റീവ് ഓഫ് ദ റീഡർ, ഇനി വായനക്കാരൻ അത് എന്ത് ലക്ഷ്യത്തിനാണ്, എന്ത് ഉദ്ദേശത്തിലാണ് എന്നും നമ്മൾ നോക്കും. അതുപോലെ തന്നെ ദ മെത്തേഡ്, അതിനുപയോഗിക്കുന്ന മാർഗം നോക്കും. ആൻഡ് നേച്ചർ ഓഫ് റീഡിങ്, വായനയുടെ ആ ഒരു പ്രകൃതം നോക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് വ്യത്യസ്തങ്ങളായിട്ട് നമുക്ക് തോന്നാം എന്ന് പറയാണ്. പിന്നെന്താ പറയുന്നത്? ഓൾ റീഡിങ് മസ്റ്റ് ഇൻവോൾവ് സം ലെവൽ ഓഫ് ആക്റ്റീവ് മൈൻഡ്. എല്ലാ വായനയ്ക്കും നമുക്ക് വായിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മൈൻഡ്, അതായത് നമ്മുടെ മനസ്സ് ആക്റ്റീവായിരിക്കണം ആണല്ലോ. ആൻഡ് ഇൻവോൾവ് സം ലെവൽ ഓഫ് ആക്റ്റീവ് മൈൻഡ് ആൻഡ് ഫോക്കസ്, ഒരു ഫോക്കസ് ആവശ്യമാണ്, ഒരു ശ്രദ്ധ ആവശ്യമാണ്. കാരണം എന്താ? റീഡിങ് ഇൻ ജനറൽ ഈസ് എ ഫോം ഓഫ് എക്സസൈസ്. കാരണം റീഡിങ് പൊതുവായിട്ടുള്ളൊരു വായന എന്ന് പറയുന്നത് ഒരു എക്സസൈസ് പോലെയാണ്. ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ടു റീഡ് കംപ്ലീറ്റ്ലി പാസീവ്ലി വിത്ത് അവർ ഐസ് ഷട്ട്. നമ്മുടെ കണ്ണടച്ച് നമുക്ക് പാസീവായിട്ട് അത് വായിക്കാൻ പറ്റില്ല. ആൻഡ് അവർ മൈൻഡ്സ് എസ്ലീപ്പ്, നമ്മുടെ മനസ്സ് ഉറങ്ങിയിരിക്കുന്ന നേരമാണെങ്കിൽ നമ്മൾ കണ്ണടച്ച് നമുക്ക് എന്തെങ്കിലും വായിക്കാൻ പറ്റില്ല. ഇതിനൊരു ആക്റ്റീവ് മൈൻഡ് എന്തായാലും വേണമെന്ന് പറയണം. റീഡിങ് ഈസ് ബെസ്റ്റ് വെൻ ഇറ്റ് ഈസ് ആക്റ്റീവ്. വായനൊരു ഗുണം വേണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിച്ച് വായിക്കണം. One reader is superior to another in proportion to the extent to which he or she can read it with a wide range of attention and puts for more effort. അപ്പോൾ ഒരാളൊന്ന് വായിക്കുന്നു, മറ്റൊരാളൊന്ന് വായിക്കുന്നു. അപ്പോൾ ഒരാൾ കൂടുതൽ എഫേർട്ട് എടുത്ത് കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ട്, അതായത് കൂടുതൽ ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ അയാൾ തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ വായിക്കുന്ന ഒരാളെക്കാളും ഉയർന്നു നിൽക്കുന്നത്, സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയണം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആസ് വിത്ത് റൈറ്റിംഗ്, എഴുത്ത് പോലെ തന്നെ റീഡിങ് ഈസ് ഓൾസോ എ കോംപ്ലക്സ് പ്രോസസ്സ്. വായിക്കുക എന്ന് പറയുന്നതും ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്, പ്രക്രിയ തന്നെയാണ്. ഇറ്റ് കംപ്രൈസസ് മെനി ഡിഫറെൻറ്റ് ആക്ഷൻസ്, അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. ദാറ്റ് മസ്റ്റ് ഓൾ ബി എക്സിക്യൂട്ടഡ് ഇൻ ആൻ ഇഫക്റ്റീവ് ആൻഡ് ആക്റ്റീവ് റീഡിങ്. അപ്പോൾ ഈ ഒരു ആക്ഷൻസ് നമുക്ക് എവിടെ കാണാം? എഫക്റ്റീവായിട്ടും ആക്റ്റീവ് റീഡിങ്ങിൽ നമുക്ക് കാണാം. ദ മോർ ഓഫ് ദം യു ക്യാൻ ഡു, കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ദ ബെറ്റർ റീഡർ യു ആർ, നമ്മൾ നല്ലൊരു വായനക്കാരനായിട്ട് മാറും.
The following sections in this unit will discuss various types of reading. So here comes our essay question. നമുക്ക് essay ആയിട്ട് ചോദിക്കാം, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, പാരഗ്രാഫ് ആയിട്ട് ചോദിക്കാം. സോ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വായനാ രീതികൾ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്കിമ്മിങ്. സ്കിമ്മിങ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും നമുക്ക് നോക്കാം. അണ്ടർലൈൻ ചെയ്യുക, പ്ലീസ് അണ്ടർലൈൻ. സ്കിമ്മിങ് ഈസ് ഫാസ്റ്റ് റീഡിങ്. പെട്ടെന്നുള്ളൊരു വായനയാണ്, കൂടുതൽ സമയമെടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നാണ് സ്കിമ്മിങ്. സംടൈംസ് സ്കിപ്പിംഗ് പോർഷൻസ്, ചിലപ്പോഴൊക്കെ നമ്മൾ പല പല ഭാഗങ്ങളും സ്കിപ്പ് ചെയ്ത് വിടും, അതായത് വായിക്കാതെ വിടും. ഫോർ എ ജനറൽ കോംപ്രിഹെൻഷൻ, നമുക്ക് വേണ്ടത് എന്താ, മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല, നമുക്ക് മൊത്തത്തിലുള്ളൊരു ധാരണ അതിനെക്കുറിച്ച് വേണം. ഓർ അപ്രീസിയേഷൻ, അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയണം. ഓഫ് എ ടെക്സ്റ്റ്, മൊത്തത്തിൽ അറിഞ്ഞാൽ മതി, അതായത് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലൊന്നും ആവശ്യമില്ല. അതാണ് എന്ത് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. സം ബുക്സ് ഷുഡ് ബി റീഡ് ഫാസ്റ്റ്, ചില ബുക്കുകൾ നമ്മൾ പെട്ടെന്ന് വായിക്കണം. വൈൽ അതേഴ്സ് ഷുഡ് ബി റീഡ് അറ്റ് പേസ് ദാറ്റ് അലൗസ് തൊറോ കോംപ്രിഹെൻഷൻ. ചില ബുക്കുകൾ പലതരമാണ് അല്ലേ. ചില ബുക്കുകൾ നമുക്ക് പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാം, ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ, ആശയം കിട്ടിയാൽ മതി. പക്ഷെ ചില ബുക്ക് അങ്ങനെയല്ല, തറോ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. മെനി ബുക്സ് ആർ നോട്ട് വർത്ത് ഈവൺ സ്കിപ്പിംഗ്, ചില ബുക്കുകൾ മറിച്ച് നോക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. സ്പീഡ് റീഡിങ് ടെക്നിക്സ് ക്യാൻ അസിസ്റ്റ് യു ഇൻ റിസോൾവിങ് ദിസ് ഇഷ്യൂ. അപ്പോൾ നമുക്കിങ്ങനെ ഏത് ബുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണം, ഏത് ബുക്ക് സ്കിപ്പ് ചെയ്ത് വിടണം, അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ സ്പീഡിലുള്ള റീഡിങ് ടെക്നിക്ക്. അല്ല, എക്സാമ്പിളാണ് കേട്ടോ സ്കിമ്മിങ്. ക്യാൻ അസിസ്റ്റ് യു ഇൻ റിസോൾവിങ് ദിസ് ഇഷ്യൂ. ഈ പ്രശ്ന പരിഹാരത്തിന് സ്കിമ്മിങ് അല്ലെങ്കിൽ സ്പീഡ് റീഡിങ് ഉപയോഗിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് വേസ്റ്റ്ഫുൾ ടു റീഡ് എ ബുക്ക് സ്ലോലി വെൻ ഇറ്റ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഫോർ ക്വിക്ക് റീഡ്. ചില ബുക്കുകൾ പതുക്കെ വായിച്ച് ഫുള്ള് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വായിച്ച് ഈ മറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ ചെയ്യാതെ നമ്മളിത് ഇങ്ങനെ വളരെ പതുക്കെ ശ്രദ്ധയോടെ എല്ലാം വായിച്ചു പോകുക എന്ന് പറയണത്, എല്ലാ ഇതും വായിച്ചു പോകുക എന്നുള്ളത് നമ്മുടെ ടൈം വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ സ്കിമ്മിങ് കൊണ്ട് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറയണം. ഇറ്റ് ഈസ് യൂഷ്വലി എ ഗുഡ് ഐഡിയ ടു സ്കിം ഓർ പ്രീ റീഡ് എ ബുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ആശയമാണ് ഒരു ബുക്ക് സ്കിം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ബുക്കിനെ പ്രീ റീഡ് ചെയ്യുക എന്നുള്ളത്. ദിസ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ അൺഷുവർ അബൌട്ട് ദ റെലവൻസ് ഓഫ് ദ ബുക്ക്. ഈ ബുക്ക് പ്രധാനപ്പെട്ടതാണോ അല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ലാത്തൊരു സമയത്ത് ഈ സ്കിമ്മിങ് വളരെ നന്നായിരിക്കും എന്ന് പറയുകയാണ്. സ്കിമ്മിങ് വിൽ റിവീൽ യു ദ വർത്ത് ഓഫ് ദ ബുക്ക്. ഈ സ്കിമ്മിങ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ബുക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ വായിക്കണോ, ഈ ബുക്കിന് എത്ര വാല്യൂ ഉണ്ട്, ഇതിലെന്തൊക്കെയാണ്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടോ എന്ന് സ്കിമ്മിങ് നമ്മളെ സഹായിക്കും. കാരണം പെട്ടെന്ന് മറിച്ച് പോകുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഐഡിയ, നമുക്ക് പൊതുവായിട്ടുള്ള ഒരു ഐഡിയ ബുക്കിനെ കുറിച്ച് നമുക്ക് കിട്ടും. ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ സെൻസ് ഓഫ് ബുക്സ് ഷേപ്പ്, ബുക്കിൻ്റെ ഒരു രൂപം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സ്ട്രക്ചർ, ഘടന മനസ്സിലാക്കാൻ ഇറ്റ് ഈസ് ടിപ്പിക്കലി അഡ്വൈസബിൾ ടു സ്കിം. നമുക്ക് സ്കിം ചെയ്ത് നോക്കാവുന്നതാണ്. ഈവൺ എ ബുക്ക് ദാറ്റ് യു ഇൻറ്റൻഡ് ടു റീഡ് കെയർഫുള്ളി. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ ആ ബുക്ക് വായിക്കണോ, ഫുള്ളായിട്ട് വായിക്കണോ എന്നൊക്കെ. ഓക്കെ. വൈൽ സ്കിമ്മിങ് എ ബുക്ക്, ഒരു ബുക്ക് സ്കിം ചെയ്യുമ്പോൾ യുവർ മേജർ ഗോൾ ഈസ് ടു ഡിറ്റർമൈൻ എ ക്ലോസർ റീഡിങ് ഓഫ് ദ ബുക്ക് ടെക്സ്റ്റ് ഈസ് നെസസറി. സോ സ്കിം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബുക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ആവശ്യമുണ്ടോ, കൂടുതൽ പ്രാധാന്യം ആ ബുക്കിന് കൊടുക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കിം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുകയാണ്. സെക്കൻഡ്, രണ്ടാമതായിട്ട്, ഈവൺ ഇഫ് യു ഡിസൈഡ് നോട്ട് ടു റീഡ് ദ ബുക്ക് എഗെയിൻ കെയർഫുള്ളി. ഇനി രണ്ടാമതായിട്ട് ആ ബുക്ക് ഞാൻ എടുക്കേണ്ട കാര്യമുണ്ടോ, അതും നമുക്ക് എന്തിലൂടെ തീരുമാനിക്കാം, ഈ ഒരു സ്കിമ്മിങ്ങിലൂടെ തീരുമാനിക്കാം. സ്കിമ്മിങ് ക്യാൻ സ്റ്റിൽ പ്രൊവൈഡ് യു വിത്ത് എ വെൽത്ത് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. അതിനൊക്കെ പുറമെ സ്കിമ്മിങ് കൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും കിട്ടും. ദിസ് ടൈപ്പ് ഓഫ് റീഡിങ് ഈസ് എംപ്ലോയ്ഡ് ഇൻ റീഡിങ് ഫിക്ഷൻ. നോവൽ വായിക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. റീഡിങ് എ ന്യൂസ് സ്റ്റോറി, എന്തെങ്കിലും വാർത്ത, അത് വായിക്കുമ്പോൾ അത് വായിക്കേണ്ട കാര്യമുണ്ടോ, കൂടുതൽ പ്രാധാന്യം കൊടുക്കണോ, അതൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയണം. ഹിയർ ആർ സം ഐഡിയാസ് ടു കണ്ടന്റ് എ സ്കിം റീഡിങ് ഓഫ് എ ബുക്ക്. എങ്ങനെയാണ് ഒരു ബുക്ക് സ്കിം റീഡ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് ആണ് ഇനി ABCD കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ബുക്ക് സ്കിം ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, റീഡ് ദ ടൈറ്റിൽ പേജ് ആൻഡ് പ്രിഫേസ് ഓഫ് ദ ബുക്ക്. ആദ്യമായിട്ട് ബുക്കിൻ്റെ ടൈറ്റിൽ, തലക്കെട്ട് വായിക്കാം, അതിൻ്റെ പ്രിഫേസും വായിക്കാം. പ്രിഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, ആമുഖം വായിക്കാം. അപ്പോൾ തന്നെ ഒരു ആശയം കിട്ടും അല്ലേ. ബി എന്താ, ഗോ ത്രൂ ദ ടേബിൾ ഓഫ് കണ്ടൻസ് ടു എവെയിൽ എ ജനറൽ ഐഡിയ ഓഫ് ബുക്സ് കണ്ടൻറ്റ്. ഇനി ബുക്കിൻ്റെ ഉള്ളടക്കം, കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക്
ടേബിൾ ഓഫ് കണ്ടൻസ് വായിക്കാവുന്നതാണ്. സി പറയുന്നത് എന്താ? റീഡിങ് ദ ഇൻഡെക്സ് പേജ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കണ്ടൻസ് ഉൾക്കൊള്ളുന്ന പേജ് വായിക്കുക. വിൽ ഗിവ് യു ആൻ ഔട്ട്ലൈൻ ഓഫ് ദ തീംസ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തുള്ള തീമിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആ ഒരു ഇൻഡെക്സ് പേജ് നൽകും. ദ ടൈപ്സ് ഓഫ് ദ ബുക്സ് ആൻഡ് റൈറ്റേഴ്സ് റെഫറൻസ്ഡ്. അപ്പോൾ അതിൽ ആ ബുക്സ് എന്തൊക്കെയാണ്, റെഫറൻസ് എന്താണെന്നൊക്കെ മനസ്സിലാവും. ആൻഡ് ഗെറ്റ് എ ബ്രോഡ് സെൻസ് ഓഫ് സ്ട്രക്ചർ ഓഫ് ദ ബുക്ക്. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് പേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബുക്കിനെ കുറിച്ചുള്ള, ആ ബുക്കിൻ്റെ ഘടനയെ കുറിച്ചുള്ള ഒരു സെൻസ് കിട്ടും, ഒരു ഐഡിയ കിട്ടും. ഡി എന്താ പറയുന്നത്? നൗ ദാറ്റ് യു ഹാവ് എ ജനറൽ നമുക്ക് ബട്ട് സ്റ്റിൽ സംവോൺ ഹേസി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബുക്ക് സബ്സ്റ്റൻസ്. നമുക്കിപ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടി, പക്ഷെ എന്നാലും കുറച്ചും കൂടെ അറിയണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ വേണമെങ്കിൽ ലുക്ക് അറ്റ് ദ ചാപ്റ്റേഴ്സ് ദ സീം ടു ബി പിവോട്ടൽ ടു ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? പിവോട്ടൽ മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കുക. ഇഫ് ഇൻട്രൊഡക്ടറി ഓൺ കൺക്ലൂഡിങ് പേജസ് ഓഫ് ദീസ് ചാപ്റ്റേഴ്സ് ഹാവ് സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഈ ചാപ്റ്റേഴ്സിൻ്റെ തന്നെ ഫസ്റ്റ് പേജിലും ലാസ്റ്റ് പേജിലൊക്കെ അതിൻ്റെ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും. റീഡ് ദം കെയർഫുള്ളി. അത് കെയർഫുള്ളായിട്ട് വായിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു ബുക്ക് സ്കിം ചെയ്ത് പോകാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്കാനിങ് ആണ്. സ്കാനിങ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ചാപ്റ്ററിന് ശേഷം ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലെ സ്കിമ്മിങ് നോക്കുക കേട്ടോ. ദെൻ അടുത്ത സ്കാനിങ് കൂടിയാണ്. സ്കാനിങ്ങും ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആൻഡ് ദ സ്കാനിങ് എന്ന് പറഞ്ഞാൽ സ്കാനിങ് ഈസ് ഗോയിങ് ത്രൂ ലൈൻസ്. സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കാം. നമ്മുടെ സ്കാനൊക്കെ ചെയ്യില്ലേ, ഇപ്പോൾ നമ്മളൊരു ബോഡി പാർട്ട് സ്കാൻ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പാർട്ട് മാത്രമാണ് സ്കാൻ ചെയ്യുക. അതിന് അതിനൊരു ഡീറ്റെയിൽസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ ഇവിടെയും അണ്ടർലൈൻ ചെയ്യുക. സ്കാനിങ് ഈസ് ഗോയിങ് ത്രൂ ദ ലൈൻസ്. കൃത്യമായിട്ട് വായിക്കുക. പാരഗ്രാഫ് ആണെങ്കിൽ അത്, പേജസ് ആണെങ്കിൽ അത് ക്വിക്ക്ലി, വളരെ പെട്ടെന്ന്, ബട്ട് നോട്ട് തറോലി. അതിനത്ര തറവായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ടു ഫൈൻഡ് ഔട്ട് സം സ്പെസിഫിക് ഇൻഫർമേഷൻ. എല്ലാ വരികളും വായിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തോ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം അറിയണം, അതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ അത് നമ്മൾ കണ്ണോടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ വായിക്കുക എന്നുള്ളത്. ഇതൊരു സ്പീഡ് റീഡിങ് ടെക്നിക്ക് തന്നെയാണ്. വൈൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് വി ഡു നോട്ട് റീഡ് ദ വോൾ ടെക്സ്റ്റ്. മൊത്തം ടെക്സ്റ്റ് വായിക്കില്ല, ബട്ട് ഓൺലി എ ഫ്യൂ ലൈൻസ്. ആവശ്യത്തിലുള്ള വേണ്ട ലൈൻസേ വായിക്കുള്ളൂ. വിച്ച് കണ്ടെയ്ൻ ദ ഇൻഫോർമേഷൻ ദാറ്റ് വി ആർ ലുക്കിംഗ് ഫോർ. നമ്മൾ വായിക്കുന്ന ആ ലൈൻസിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അവിടം വരെ അണ്ടർലൈൻ ചെയ്യാം. ദ മൂവ്മെൻറ്റ് ഓഫ് അവർ ഐസ് ഈസ് ഫാസ്റ്റ്. ഈ സമയത്ത് നമ്മുടെ കണ്ണുകളുടെ മൂവ്മെൻറ്റ് വളരെ വേഗതയായിരിക്കും. ആൻഡ് വി പോസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നിർത്തും. ആൻഡ് ഫോക്കസ്, ശ്രദ്ധിക്കും. ഓൺലി ഓൺ ദ റെലവൻറ്റ് ലൈൻസ് ഓർ പാർട്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള പാർട്സിൽ മാത്രം നമ്മൾ നിർത്തും. റെഫറിങ് ടു എ ഡിക്ഷണറി ആൻഡ് റീഡിങ് എ യൂസേഴ്സ് മാനുവൽ. ഒരു ഡിക്ഷണറി വായിക്കുമ്പോൾ അല്ലെങ്കിൽ യൂസേഴ്സ് മാനുവൽ വായിക്കുമ്പോൾ അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. സ്കാനിങ്ങിന് എക്സാമ്പിളാണ് ഡിക്ഷണറി അല്ലെങ്കിൽ യൂസേഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്കാനിങ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് റിലേറ്റഡ് മെറ്റീരിയൽ. സ്കാനിങ് എന്ന് പറയുന്നത് നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിന് അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ്ങിന് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. സ്കിമ്മിങ് പോലെ തന്നെ ഇറ്റ് ഓൾസോ മേക്ക് യൂസ് ഓഫ് സ്ട്രക്ചറൽ ഹിൻസ് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് കീവേഡ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാവുന്നതാണ്. ഹവവർ, എന്നിരുന്നാലും while the objective of skimming is to get a bird's eye view of content. സ്കിമ്മിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിലൊരു ധാരണ കിട്ടാമെന്നാണ്. അതാണ് എന്ത്? ബേർഡ്സ് ഐ വ്യൂ ഓഫ് കണ്ടൻറ് എന്ന് പറയുന്നത്. അതേസമയം ഇത് ഡിഫറൻസ് ആണ് കേട്ടോ, അത് മനസ്സിലാക്കണം. സ്കിമ്മിങ്ങും സ്കാനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് സ്കാനിങ് എന്ന് പറയുന്നത് എന്താ? ഈസ് ടു ഫൈൻഡ് ആൻഡ് ഫോക്കസ്, കണ്ടെത്തുക, ഓൺ സ്പെസിഫിക് ഡാറ്റ. മറ്റേത് മൊത്തത്തിലുള്ളൊരു ഐഡിയ ആണെങ്കിൽ ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ളൊരു ഡാറ്റ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഇഫ് യു ഹാവ് ഡൗട്ട്സ് അബൌട്ട് വെദർ ദ ബുക്ക് ഈസ്, അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ബുക്ക് ഡീറ്റെയിൽസിന് ലൈക്ലി ടു ഇൻക്ലൂഡ് ദ ഡീറ്റെയിൽസ് യു റിക്വയർ. നിങ്ങൾ അപ്പോൾ സ്കാനിങ്ങിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? സ്കിം ചെയ്യണം. സ്കാനിങ്ങിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഇതിലുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കിം ചെയ്യുക എന്ന് പറയുകയാണ്. അത് സ്കിം ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു റീഡ് ദ ഹെഡിങ്സ്. ഹെഡിങ് വായിക്കാൻ മറക്കരുത്. ടേബിൾ ഓഫ് കണ്ടൻസ് വായിക്കാൻ മറക്കരുത്. ഇൻഡെക്സസ്, ടൈപ്പോഗ്രാഫിക്കലായിട്ടുള്ള ക്ലൂസ് ഇതൊന്നും വായിക്കാൻ മറക്കരുതെന്ന് പറയാണ്. ലിസ്റ്റ് ആൻഡ് ടേബിൾസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബെറ്റർ. അതിലുള്ള ലിസ്റ്റുകൾ, ടേബിൾ അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും എന്ന് പറയാണ്. ഇപ്പോൾ ഇഫ് യു ഫസ്റ്റ് സ്കിം, ആദ്യം നിങ്ങൾ ഈ ഒരു ബുക്ക് സ്കിം ചെയ്യുകയാണെങ്കിൽ ദെൻ ടു ഡിറ്റർമൈൻ ദെയർ ഓർഡർ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ മനസ്സിലാവും. സജസ് ആൽഫബറ്റിക്കൽ ആണെങ്കിലും ക്രോണോളജിക്കൽ ആണെങ്കിലും ടു മോസ്റ്റ് ടു ലീഡ്.
ആഫ്റ്റർ സ്കിമ്മിങ്, അപ്പോൾ അത് സ്കിം ചെയ്തിട്ട് സ്കാൻ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ സ്കിമ്മിങ്ങിന് ശേഷം ഇവ ഡിറ്റർമൈൻ ദ ഇൻഫർമേഷൻ വിൽ ബി ബെനിഫിഷ്യൽ. ഈ സ്കിമ്മിങ്ങിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിലുണ്ട്, നിങ്ങൾക്കത് സഹായകരമാവും അല്ലെങ്കിൽ ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ സ്കാൻ ഇറ്റ്, അതിന് ശേഷം സ്കാൻ ചെയ്യുക. ഈ ഒരു ഫോളോയിങ്ങിൽ ദ മെത്തഡ് ഓഫ് സ്കാനിങ് എ ടെക്സ്റ്റ് ഓർ ഡോക്യുമെൻ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഇതിൽ കൃത്യമായിട്ട് സ്കാനിങ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. അവിടെ ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ സ്കാനിങ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വോണ്ട് ടു ഫൈൻഡ്, മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, കണ്ടെത്തേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക. സെലക്ട് എ ഫ്യൂ എസെൻഷ്യൽ ഫ്രേസസ് ഓഫ് വേർഡ്സ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഫ്രേസസും വേർഡ്സൊക്കെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇഫ് യു പ്രിഫർ സച്ച് ടേംസ്, ആ ടേംസ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡ്യൂറിങ് ദ സ്കാനിങ് പ്രോസസ്സിന് സമയത്ത് യു വിൽ ബി ലിവിങ് ബ്രീതിങ് സെർച്ച് എഞ്ചിനെ പോലെയായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണ്ടെത്താനുള്ള സെർച്ച് എഞ്ചിൻ്റെ പോലെയായിരിക്കും നിങ്ങളെന്ന് പറയണം. ബി എന്താ പറഞ്ഞത്, ഓൺലി വൺ ഒരു കീവേഡ് ഷുഡ് ബി സെർച്ച്ഡ് അറ്റ് എ ടൈം. ആവശ്യമുള്ള ഒരു ഒറ്റ വാക്ക് വെച്ചിട്ട് ആ ഒരു പോയിന്റ് കണ്ടെത്താൻ ശ്രമിക്കുക. ഡു ന്യൂമറസ് സ്കാൻസ് ഇഫ് യു വോണ്ട് ടു ലുക്ക് ഫോർ മൾട്ടിപ്പിൾ കീവേഡ്സ്. ഇനി മൾട്ടിപ്പിൾ ആയിട്ടുള്ള കീവേഡ്സ് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂമറസ് ആയിട്ട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സ്കാൻ ചെയ്ത് നോക്കുക. ഇനി സി പോയിന്റ് എന്താ പറയുന്നത്, ലെറ്റ് യുവർ ഐ സ്കാൻ ദ പീപ്പിൾ ക്വിക്കലി, പെട്ടെന്ന് സ്കാൻ ചെയ്തെടുക്കുക, അതായത് പെട്ടെന്ന് ആ വേർഡ് കണ്ടുപിടിക്കുക, പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. until you spot the word or phrase you are looking for. ഓക്കെ. ഡി എന്താ പറയുന്നത്, വെൻ യു ഫൈൻഡ് എ കീവേഡ്, ആ വാക്ക് കണ്ടെത്തിയ ദാറ്റ് ക്യാപ്ചേഴ്സ് യുവർ അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ ആ ഒരു വേർഡ് കണ്ടെത്തുകയാണെങ്കിൽ തറോലി എക്സാമിൻ ദ ടെക്സ്റ്റ് അറൗണ്ട് ഇറ്റ്, അതിന് ചുറ്റുമുള്ള ടെക്സ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അത്രയാണ് സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഉള്ളത്. സ്കിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടൊരു ഐഡിയ ആണെങ്കിൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അടുത്ത ടോപ്പിക്ക് ക്ലോസ് റീഡിംഗ് ആണ്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ തറോ ആയിട്ടുള്ള റീഡിംഗ് എന്ന് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.